നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആരംഭിച്ചതോടെ സ്വകാര്യ ബസ്സുകൾക്ക് തിരിച്ചടിയായെന്ന് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. മാടക്കത്ര പഞ്ചായത്തിൽ മഴക്കാല രോഗ മുന്നൊരുക്ക പ്രവർത്തനത്തിന്റെ ഭാഗമായി അവലോകന യോഗം നടത്തി. മുതിർന്ന പൌരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണം നടത്തി. ഇന്ധനവില വർധനവ്. CITU മണ്ണുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിക്കാട് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആരംഭിച്ചതോടെ സ്വകാര്യ ബസ്സുകൾക്ക് തിരിച്ചടിയായെന്ന് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വകാര്യ ബസ്സുകൾക്ക് ലഭിക്കുന്ന ദിവസ വരുമാനം ഡീസൽ അടിക്കുന്നതിനും തൊഴിലാളികൾക്ക് വേതനം നൽകാനും തികയാതെ സർവീസ് നിർത്തിവെക്കേണ്ട സാഹചര്യമാണ്. മുഖ്യമന്ത്രിയെയും ഗതാഗത വകുപ്പ് മന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തിയെങ്കിലും ഫെഡറേഷനുമായി ഔദ്യോഗിക ചർച്ച നടത്താതെയാണ് സർക്കാർ സൗജന്യ യാത്ര പരിഷ്കരണം പ്രഖ്യാപിച്ചതെന്ന് ഫെഡറേഷൻ പറഞ്ഞു. 2 നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പകുതി വിലയ്ക്ക് ഡീസൽ നൽകണമെന്നും റോഡ് ടാക്സ് ഒഴിവാക്കണമെന്നും ഫെഡറേഷൻ ഓപ്പറേറ്റേഴ്സ് അറിയിച്ചു. KSRTCയിൽ ഇതുപോലെ സൗജന്യ യാത്ര സീറോ ടിക്കറ്റ് സംവിധാനത്തിൽ സ്വകാര്യ ബസ്സുകളിലും സർക്കാർ നടപ്പാക്കണം. ആ തുക സബ്സിഡിയായി നൽകണമെന്നും സ്വകാര്യ ബസ് ഉടമകൾ അറിയിച്ചു. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് സർക്കാരിനോട് ബസ് ഉടമകൾ പറഞ്ഞു. 1 കിലോമീറ്റർ ദൂരത്തിന് 55 രൂപ തോതിൽ സർക്കാർ ബസ് ഉടമയ്ക്ക് നൽകുകയാണെങ്കിൽ സ്വകാര്യ ബസ്സുകളുടെ ദിവസ വരുമാനം സർക്കാരിനെ ഏൽപ്പിക്കാൻ തയ്യാറാണെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് KK തോമസ്, സെക്രട്ടറി ഹംസ, ട്രഷറർ MS പ്രേംകുമാർ എന്നിവർ പങ്കെടുത്തു. ഒരു വിഭാഗം ഒരേപോലെ ബിസിനസ് ചെയ്യുന്ന 2 വിഭാഗം അല്ലെങ്കിൽ ബസ് സർവീസ്, പൊതുഗതാഗതം, KSRTCയും പ്രൈവറ്റും കഴിഞ്ഞ 19 വർഷമായി റോഡിലെ യാത്രാ സൗകര്യം ഒരുക്കിക്കൊണ്ട് ഓടുകയാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റി ഞങ്ങൾക്ക് വന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ വിശദീകരിച്ചിട്ടുള്ള. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അങ്ങനെ പാരലായി പോകുന്ന ഒരു സംവിധാനത്തിൽ ഒരു സംവിധാനത്തിന് സർക്കാർ ഖജനാവിലെ പൈസ കൊടുത്തുകൊണ്ട് പൂർണ്ണമായി ഫ്രീ യാത്ര ചെയ്യുകയും മറുവിഭാഗം 1,20,000 രൂപ ഒരു വർഷം ടാക്സായി സർക്കാർ ഖജനാവിലേക്ക് അങ്ങോട്ട് അടയ്ക്കുകയും പ്ലസ് ഈ പറയുന്നത് പോലെ ഫീസുകൾ, ഫൈനുകൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയി ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം ഒരു ബസ് സർക്കാർ ഖജനാവിലേക്ക് അങ്ങോട്ട് അടയ്ക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി ഇതെങ്ങനെ നമുക്കുണ്ടാവാൻ പറ്റും? ഞങ്ങൾ കൊടുക്കരുത് എന്നൊരു നിർദ്ദേശം ഇതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പും മുഖ്യമന്ത്രി ആയതിനു ശേഷവും മന്ത്രിമാർക്കും ഒക്കെ സ്ഥാനങ്ങൾ കിട്ടുന്നതിന് മുമ്പേ പോയി ഞങ്ങൾ എല്ലാവരെയും ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചപ്പോൾ ഈ 5 കാര്യങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഈ കാര്യം വന്നപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു, ഞങ്ങൾക്കെതിരില്ല, പക്ഷേ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന ഞങ്ങളും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് ഞങ്ങളെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം പോകാനെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു, പ്രൈവറ്റ് മേഖലയാണോ നിങ്ങളുടെ എങ്കിൽ പോലും ഞങ്ങൾ നിങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് പോവുക. കാരണം സർക്കാർ ഖജനാവിലേക്ക് പൈസ അടയ്ക്കുന്നതിൽ പ്രധാന ആളുകൾ നിങ്ങളാണ്. ഏതാണ്ട് 10,000-12,000 ബസ്സുകൾ കേരളത്തിൽ ഓടുന്നുണ്ടെങ്കിൽ 1,20,000 രൂപ വെച്ച് അഡ്വാൻസ് ടാക്സ് അടയ്ക്കുമായിരുന്നു. അങ്ങനെ അഡ്വാൻസ് ടാക്സ് അടയ്ക്കുമ്പോൾ നിങ്ങളെയും കൂടി പരിഗണിച്ചേ പോകുള്ളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു മാസത്തിൽ കൂടുതലായി. ഏതായാലും ഇന്നലെ മുതൽ പ്രഖ്യാപിച്ചു. ഞങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞു, പല സമയത്ത് പോയി എല്ലാ മന്ത്രിമാരെയും പോയി കണ്ട് ഞങ്ങളുടെ ദയനീയത ഞങ്ങൾ ബോധ്യപ്പെടുത്തി. ഇപ്പം ഞങ്ങൾ പറയുന്ന കണക്ക് ഞങ്ങൾ അവസാനം ചോദിച്ചു, നമുക്ക് എന്തെങ്കിലും പറയണം. ഞങ്ങൾ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, പബ്ലിക് അറിയേണ്ട കാര്യം, ഇതൊരു വലിയ സാമ്പത്തിക ലാഭമുള്ള ഒരു ബിസിനസ്സാണ് എന്ന് എങ്ങനെയോ ജനങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത്. അതിൽ KSRTCക്ക് നഷ്ടമുണ്ടെന്ന് എത്ര പ്രാവശ്യം ആവർത്തിച്ച് റിപ്പോർട്ടുകൾ കണക്ക് വന്നാലും 1000-കണക്കിന് കോടി KSRTCക്ക് സർക്കാർ ഖജനാവിൽ നിന്നെടുത്ത് കൊടുക്കുമ്പോഴും പ്രൈവറ്റ് ബസ് ഭയങ്കര ലാഭമാണ് എന്ന് വാദിക്കുന്നവരോട് നമുക്കൊന്നും പറയാനില്ല. ഞങ്ങൾ വ്യക്തമായ കണക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കണക്കെന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ഒരു പ്രൈവറ്റ് ബസ് ഓടണമെങ്കിൽ 50 രൂപ 65 പൈസയുടെ ചെലവ്, വർക്കിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 50 രൂപ. അത് വ്യക്തമായി ഞങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് ഞങ്ങൾക്ക് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, വ്യക്തമായി കൊണ്ടുവന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇൻഡിവിജ്വൽ സംവിധാനമാണ്. ഇപ്പം എൻ്റെ നാട്ടിലോടുന്ന എൻ്റെ വണ്ടിക്ക് ഒരുപാട് വർഷം പഴക്കമുള്ള വണ്ടി ആയത്, അല്ലെങ്കിൽ 10-40 വർഷം സർവീസ് നടത്തായതുകൊണ്ടോ മറ്റിതര കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ 8-10 വണ്ടികൾ ഒന്നിച്ചോടുന്നത് കൊണ്ടോ ഒരാൾക്ക് അതിൽ കൂടുതൽ പൈസ കിട്ടിയാൽ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. സാധാരണക്കാരായ ബസ് ഉടമസ്ഥരുടെ
ആവശ്യമാണ് നമുക്ക്. ഒരാൾക്ക് കൂടുതൽ കിട്ടിയോ 3 പേർക്ക് കിട്ടിയോ, അപ്പം ഇന്ന വണ്ടികൾ നമ്മൾ എടുത്തേക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ഓടുന്ന സർവീസ് ബസ്സുകൾ അതേപോലെ മുമ്പോട്ട് പോകുവാനുള്ള ഒരു സൗകര്യം ചെയ്തു തരണം. അതിനകത്ത് ചില ബസ്സുകളൊക്കെ ഞങ്ങൾ എടുത്തോളാം, മലബാറിൽ 25 ബസ് എടുത്തോളാം, അത് നമുക്ക് പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് 55 രൂപ എടുത്തുകൊണ്ട് പുറത്തുനിന്ന് വണ്ടി എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഈ പ്രശ്നത്തിൻ്റെ ആവശ്യം എന്താ? ഇതിൻ്റെ ആവശ്യം തന്നെയാണ്. ഇതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ വ്യവസായത്തെ സംരക്ഷിക്കുക എന്നുള്ള മെയിൻ കാരണം, അല്ലാതെ ഒരു ഓട്ടോമേറ്റ് സംവിധാനം ഉണ്ടാക്കി ഓടുക എന്നുള്ളതല്ല. അപ്പം എന്ത് ചെയ്യണം? എൻ്റെ വണ്ടി നിലനിൽക്കണമെങ്കിൽ എൻ്റെ എഴുതണം. അതല്ലാതെ പുറത്തുനിന്ന് ഒരാൾ ഒരു പുതിയ വണ്ടി എടുത്തുകൊണ്ട് വന്ന് ശരിക്കും 20 രൂപയ്ക്ക് അല്ല 30 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് ഓടുമ്പോൾ വീണ്ടും നമ്മുടെ വണ്ടിക്ക് ചാർജ് കൂട്ടിയാൽ അതുകൊണ്ട് പ്രത്യേകം തീർച്ചയായും അതാണ് പറഞ്ഞത്. 1 കിലോമീറ്ററിന് 55 രൂപ ഞങ്ങൾക്ക് കിട്ടണം. സർക്കാർ തരണം. സർക്കാർ എന്ന് പറഞ്ഞാൽ അപ്പം അന്നേരം നമ്മുടെ കളക്ഷൻ മുഴുവൻ അങ്ങോട്ട് കൊടുക്കും. വെറുതെ അല്ല കൊടുക്കുന്നത്, നമ്മളെ കളക്ഷൻ സർക്കാരിന് കൊടുക്കുകയാണ്. അല്ലാതെ ഞങ്ങൾ കോടി കിട്ടുന്ന പൈസ ഞങ്ങൾ വെക്കുകയും അതിന് പുറമെ 55 രൂപയും തരിക. 5000 രൂപ അല്ലെങ്കിൽ 10500 14,000 രൂപ ഇങ്ങോട്ട് തരട്ടെ. പ്രായോഗികമില്ല ഞങ്ങൾ പറഞ്ഞില്ല. എന്തുകൊണ്ട് പ്രായോഗികമല്ല? സർക്കാർ ഖജനാവിൽ നിന്നും 1700 കോടി രൂപ മുടക്കി സർക്കാരിന്റെ KSRTCക്ക് കൊടുത്ത് അവരെ കൊണ്ട് ഓടിപ്പിക്കാമെങ്കിൽ ഞങ്ങളും അവർ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകും. ഞങ്ങൾ പ്രായോഗികമല്ല എന്ന് പറയുന്നത് സർക്കാർ ആലോചിച്ചാൽ പ്രായോഗികമാണ്. എന്താ അതിനകത്ത് കൂടെ തടസ്സം? അത് എല്ലാവർക്കും. പിന്നെ ഒരു കാര്യം, നാളെ മുതൽ ഒരു പെർമിറ്റ് ഒരു വണ്ടിക്കും കൊടുക്കണ്ട, ഇപ്പം നിലവിലുള്ള വണ്ടികൾക്ക് മാത്രം മതി. അപ്പം വേറൊരു ഗുണം, പിന്നെ വേറൊരു കാര്യമുണ്ടോ, ഇതൊരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അത് എത്രമാത്രം പ്രായോഗികമാണെന്ന് അറിയില്ല. ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ പൊതുജനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്ക് ഇതൊരു ഭയങ്കര ലാഭമുള്ള പ്രസ്ഥാനമായിട്ട് കൊണ്ടുനടക്കുന്നതല്ല. ഉദാഹരണം പറയാം, ഇപ്പൊ KSRTC ചെയ്യുന്നത് എന്താണ്? KSRTC കയറുന്ന വനിതകൾക്ക് ടിക്കറ്റ് അടിച്ചു കൊടുക്കുകയാണ് 0 ഇട്ട്. അതുപോലെ തന്നെ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ വിശദാംശങ്ങളൊക്കെ പഠിക്കേണ്ട അവരാണ്. ഞങ്ങളും ഞങ്ങളുടെ വണ്ടിയിൽ കയറുന്ന വനിതകൾക്ക് സെക്കൻഡ് ഓപ്ഷനായി ഞങ്ങൾ ഇത് പറയുന്നു, അവർക്ക് ഫ്രീ ടിക്കറ്റ് കൊടുക്കാം, 0 ഇട്ട് കൊടുക്കാം. പക്ഷെ ആ പൈസ ആര് തരണം? സർക്കാർ ഞങ്ങൾക്ക് തരണം. അതല്ലേ എൻ്റെ ശരി? പ്രൈവറ്റ് KSRTCക്ക് അങ്ങനെയാണല്ലോ ചെയ്യാം. KSRTC സർക്കാരാണെന്ന് പറഞ്ഞത് ഒരു കിലോമീറ്ററിന് 55. അത് പല ദിവസം പല കിലോമീറ്റർ, മിനിമം ഒരു 250 കിലോമീറ്റർ അവിടെ കൂടി. അതല്ലേ പറഞ്ഞേ, എത്ര കൂടിയാലും × 55. മാടക്കത്ര പഞ്ചായത്തിൽ മഴക്കാല രോഗ മുന്നൊരുക്ക പ്രവർത്തനത്തിന്റെ ഭാഗമായി അവലോകന യോഗം നടത്തി. മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രദേശത്ത് കൊതുകുജന്യ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് അടിയന്തര യോഗം കൂടിയത്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക, ശുദ്ധജല ഗുണനിലവാരം ഉറപ്പാക്കുക എന്നീ കാര്യങ്ങൾ ഉറപ്പാക്കാനാണ് യോഗം നടത്തിയത്. മാടക്കത്ര PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഷിത N. ബേബി, ഹെൽത്ത് ഇൻസ്പെക്ടർ M. അഭയ്കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജി ഗിരിജ, വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ KP പ്രശാന്ത്, സാവിത്രി രാമചന്ദ്രൻ, സെക്രട്ടറി അരുൺ ജോസ് T എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അംഗനവാടി പ്രവർത്തകർ, നഴ്സറി ഉടമകൾ, വിവിധ ഫാം ഉടമകൾ, പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. കൊതുകാണ് അസുഖം കൊണ്ടുവരുന്നതെങ്കിലും അതിനാവശ്യമായ കാര്യങ്ങൾ കൊതുക് ചെയ്തു കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ പിന്മാറണം. അതൊക്കെ എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് ഇടപെടാൻ കഴിയും എന്നതിനെ പറ്റിയിട്ട് ഡോക്ടർ കൃത്യമായി, രക്ഷയൊക്കെ ഉണ്ട്, അവർ കൃത്യമായ കാര്യങ്ങൾ പറയും. വെറ്റിനറി ഡോക്ടർമാരുണ്ട്, അതുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടിയുണ്ട്. അപ്പോൾ അവരുടെ അഡ്രസ്സ് കൊണ്ട് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അത്തരം ആളുകളെ കണ്ടുപിടിക്കാനും അതോടൊപ്പം നമ്മുടെ പറമ്പുകളിലോ അയൽപക്ക പറമ്പുകളിലോ കാട്, അത് കാട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാടല്ല, വലിയ കാട്, നമ്മുടെ ഫോറസ്റ്റിലേക്കുള്ള കാടിനേക്കാൾ വലിയ കാടുള്ള പറമ്പുകൾ നമ്മുടെ ടീം വന്ന് നമ്മുടെ ആ പ്രദേശത്തെല്ലാം ക്യൂലേറ്റിന്റെ മോസ്കിറ്റോയുടെ സാന്നിധ്യമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള കൊതുക് തന്നെയാണ്, അല്ലാണ്ട് ഇവിടെ ഇല്ലാത്ത തരം കൊതുകുകളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രോഗം പടരാനുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലാണ്. ഇത് സാധാരണയായിട്ട് പക്ഷികളിലാണ്, ദേശാടന പക്ഷികളിലും കാക്കകളിലും അങ്ങനെ ചില പക്ഷികളിലാണ് ഈ വൈറസ് ബാധ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ
വൈറസ് പരത്തുന്ന രോഗങ്ങൾക്ക് മിക്കവാറും ചികിത്സകൾ അങ്ങനെയില്ല. ഇപ്പൊ ഡെങ്കിപ്പനിക്ക് പ്രത്യേകിച്ച് ഒരു ചികിത്സയില്ല, ആന്റിബയോട്ടിക്കോ അങ്ങനത്തെ ചികിത്സകളില്ല. നമ്മൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള ചികിത്സ എന്ന് വെച്ചാൽ സിംറ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അവർ എന്ത് കോംപ്ലിക്കേഷൻസിലോട്ട് പോകുന്നോ അതിനുള്ള ചികിത്സയാണ് ലഭ്യമായിട്ടുള്ളൂ. മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണം നടത്തി. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ജില്ലാതല പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വയോജനങ്ങൾ സമൂഹത്തിൽ ഏറ്റവും അന്തസ്സോടെയും ആരോഗ്യത്തോടെയും ജീവിക്കേണ്ടവരാണെന്നും അവർ നൽകിയ സംഭാവനകൾ പുതുതലമുറ ഒരിക്കലും വിസ്മരിക്കരുതെന്നും മേരി തോമസ് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെയും ലോകാരോഗ്യ സംഘടനയുടെയും ആഹ്വാനപ്രകാരം മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൃശൂർ ജവഹർ ബാലഭവൻ ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന വയോജന കൌൺസിൽ അംഗം പി ബാലൻ അധ്യക്ഷനായി. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ വയോജന സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സാമൂഹ്യനീതി വകുപ്പിലെ ഉദ്യോഗസ്ഥരായ സിനോ സേവി, മാർഷൽ സി രാധാകൃഷ്ണൻ, ബിനി സെബാസ്റ്റ്യൻ എന്നിവർ വിവിധ വയോജന ക്ഷേമ നിയമ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മുതിർന്നവരും വിദ്യാർത്ഥികളും പങ്കെടുത്ത ചർച്ചകൾ, വിവിധ കോളേജ് വിദ്യാർത്ഥികളുടെ സ്കിറ്റുകൾ, രാമവർമ്മപുരം സർക്കാർ വൃദ്ധമന്ദിരത്തിലെ താമസക്കാർ അവതരിപ്പിച്ച ഉദിക്കുന്ന അസ്തമയങ്ങൾ നാടകവും അരങ്ങേറി. വീഡിയോ റീൽസ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ നൽകി. ജില്ലാ വയോജന കൌൺസിൽ കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ കാനാട്ട്, KP റപ്പായി, KK സഫിയ, ജില്ലാ കോർഡിനേറ്റർ KP സജീവ്, ദിവ്യ അബീഷ്, പ്രസി ദിനേശ് എന്നിവർ സംസാരിച്ചു. വിവിധ വയോജന ക്ഷേമ സംഘടനയിലെ അംഗങ്ങൾ, സെന്റ് തോമസ്, സെന്റ് മേരീസ്, വിമല, പാറമേക്കാവ് കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ, NSS വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ തുടങ്ങിയവരും പങ്കെടുത്തു. ഇന്ധനവില വർധനവിനെതിരെ CITU മണ്ണുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിക്കാട് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. രാജ്യാന്തര ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് CITU മണ്ണുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിക്കാട് പോസ്റ്റ് ഓഫീസിന് മുൻപിലേക്ക് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന വ്യാപകമായി ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പട്ടിക്കാട് പോസ്റ്റ് ഓഫീസിന് മുൻപിലേക്കും ധർണ സംഘടിപ്പിച്ചത്. പട്ടിക്കാട് നടന്ന ധർണ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റും CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ MK കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. CITU പാണഞ്ചേരി പഞ്ചായത്ത് കോർഡിനേഷൻ കൺവീനർ KV ചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. CITU മണ്ണുത്തി ഏരിയ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ KR രവി അധ്യക്ഷത വഹിച്ചു. CITU മണ്ണുത്തി ഏരിയ പ്രസിഡന്റ് T ശ്രീകുമാർ, നിർമ്മാണ തൊഴിലാളി യൂണിയൻ മണ്ണുത്തി ഏരിയ സെക്രട്ടറി CJ ജോയ്, T ദിലീപ്, KV ജോസ്, കൃഷ്ണവേണി എന്നിവർ സംസാരിച്ചു. ഈ വർദ്ധിപ്പിച്ച പെട്രോളിന്റെയും ഡീസലിന്റെയും വിലവർദ്ധനവ് എത്രയും പെട്ടെന്ന് പുതുക്കി നിശ്ചയിക്കണമെന്നും ആ വിലവർദ്ധനവ് പിൻവലിക്കണമെന്നും ഞങ്ങൾ ഈ സമരത്തിൽ കൂടി ആവശ്യപ്പെടുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഏതാനും ചെറിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാജ്യവ്യാപകമായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള സമരങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമരത്തിൽ കേവലം ഈ സമരം ഒരു സൂചനാ സമരം മാത്രമാണ്. ഇതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അതിന് തയ്യാറായില്ലെങ്കിൽ, ഈ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ സമരം കുറേ കൂടി ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അതിന് നല്ലവരായ മുഴുവൻ നാട്ടുകാരുടെയും സഹായവും സഹകരണവും ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് മാത്രം വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴും ലോക മാർക്കറ്റിൽ വില കുറവാണ്, പക്ഷെ ഇവിടെ അടിക്കടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വല്ല തെരഞ്ഞെടുപ്പ് വന്നാൽ അതിൽ അടുത്ത ദിവസം ചെറിയ തോതിൽ വില കുറയ്ക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വലിയ തോതിൽ വർധനമാണ് ഉണ്ടായി. നേരത്തെ പറഞ്ഞു 4 സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൽക്കാലം വില വർദ്ധിപ്പിക്കില്ല തീരുമാനിച്ചു. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര തോതിലാണ് വർദ്ധിച്ചത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ആഴ്ചയിൽ 4 പ്രാവശ്യമാണ് വില കൂട്ടിയത്. ഈ പെട്രോളിന്റെ വില വർദ്ധിച്ചാൽ അത് കാറിൽ യാത്ര ചെയ്യുന്നവരെ മാത്രമല്ല ബാധിക്കുന്നത്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത് ബാധിക്കും എന്നതാണ്. അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 10 രൂപയ്ക്ക് കിട്ടുന്ന ചായ 13 ഇപ്പൊ 15. പല ചായകളിലും ചായ തന്നെ ഉണ്ടാക്കുന്നില്ല, കാരണം ഗ്യാസ് കിട്ടാനില്ല. വിറക് വെച്ച് ഈ ചായ നന്നാൻ മുതലാവില്ല. ചായയുടെ മാത്രമല്ല ലേലത്തിന് വില കൂട്ടി. നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങളും വില കൂടി. കാരണം നമ്മളെ കേരളം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലാകെയുണ്ട് കേരളത്തിൻ്റെ പ്രത്യേകത, നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. എല്ലാം പുറമെന്ന് വരണം.
പച്ചക്കറി വേണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരണം. അത് ലോറിയിലാണ് വരേണ്ടത്. ലോറിയിൽ അടിക്കുന്ന ഡീസലിന് വില കൂടിയാൽ പച്ചക്കറിയുടെ വില കൂടും. കോഴിമുട്ട പോകണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരണം. അത് ലോറിയിലാണ് വരേണ്ടത്. ഡീസലിന് വില കൂടിയാൽ കോഴിമുട്ട വില കൂടും. അങ്ങനെ സർവ്വ സാധനങ്ങളും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിരക്ക് വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ തൃശൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. അടിക്കടിയുള്ള ഇന്ധനവില വർധന മൂലം കടുത്ത പ്രതിസന്ധിയിലാണ് ഓട്ടോ തൊഴിലാളി മേഖല. ഈ സാഹചര്യത്തിൽ ഓട്ടോ ടാക്സി നിരക്ക് അടിയന്തരമായി പുതുക്കി നിശ്ചയിക്കുക, പൊതുഗതാഗത വാഹനങ്ങളായ ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ഇന്ധനം നൽകുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂണിയൻ മാർച്ച് സംഘടിപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പേരിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും എണ്ണ കമ്പനികൾക്ക് വേണ്ടി മോദി സർക്കാർ ഇന്ധനവില വർദ്ധിപ്പിക്കുകയാണ്. വിലക്കയറ്റം തടയാൻ VD സതീശൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും സംഘടന കുറ്റപ്പെടുത്തി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ സെക്രട്ടറി PK പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി ഓട്ടോ തൊഴിലാളികൾ പങ്കെടുത്തു. ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് എന്ന ലളിതമായ വ്യക്തിയോടെ അത് മാറ്റിയിട്ട് ദിവസങ്ങൾ കുറച്ചേ ആയുള്ളൂ. കുറച്ച് ദിവസം കൊണ്ട് തന്നെ എന്താണ് ഒരു ഗവൺമെന്റ്, എന്തായിരിക്കണം ഒരു ഗവൺമെന്റ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വന്നു. തീരുമാനമെടുക്കുക, മാറ്റുക, തീരുമാനമെടുക്കുക, വാഗ്ദാനങ്ങൾ നൽകുക, വാഗ്ദാനങ്ങൾ പിൻവലിക്കുക, ഭേദഗതിപ്പെടുത്തുക, അല്ലേ? അത് ഏതെല്ലാം മേഖലയിൽ നിന്നും വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. ഇപ്പോൾ നാം നടത്തുന്ന ഈ സമരം മോട്ടോർ വാഹന മേഖലയിലെ ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷത്തിന്റെ ഭാഗമാണ്. മെയ് മാസം 15-നും 19-നും 23-നും 25-നും 4 ദിവസം മെയ് മാസത്തിൽ ഇന്ധനവില വർദ്ധിപ്പിച്ചു. ഇന്ധനവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ ന്യായം യുദ്ധത്തിൻ്റെതാണ്. പാചകവാതകത്തിന്റെ വില കൂട്ടിയതിന്, അതിന്റെ അളവ് കുറച്ചതിന്, അതിന്റെ ബുക്കിങ്ങിന് പുതിയ നിബന്ധന ഏർപ്പെടുത്തിയതിന് എല്ലാം പറഞ്ഞ കാരണം യുദ്ധത്തിൻ്റെതാണ്. യുദ്ധം മറയാക്കി ജനങ്ങളോട് യുദ്ധം ചെയ്യുകയാണ് ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ്. ഈ 4 ദിവസത്തെ വില വർധനവിലൂടെ 1 ലിറ്ററിന് പെട്രോളിന് 7 രൂപ 50 പൈസ വില കൂടി. ഡീസലിന് 7 രൂപയ്ക്ക് മേലെ വില കൂടി. അതിനവര് പറയുന്നത് അന്താരാഷ്ട്ര കമ്പോളത്തിലെ ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടിയെന്നാണ്. ശുദ്ധ നുണയാണ്. ക്രൂഡ് ഓയിൽ പ്രൈസ് യുദ്ധഘട്ടത്തിൽ അല്പം കൂടി എന്നത് നേരാണ്. പക്ഷേ ഇപ്പോ നിലവിലുള്ള വില വന്ന ശേഷം ക്രൂഡ് ഓയിൽ പ്രൈസ് താഴ്ന്നാണ് നിൽക്കുന്നത്, കൂടിയിട്ടല്ല. ഈ വില മഴക്കാല രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് പനങ്ങാട്ടുകര ഗ്രാമീണ വായനശാലയിൽ മഴക്കാലത്ത് പടർന്നു പിടിക്കാവുന്ന രോഗങ്ങളെപ്പറ്റിയും പ്രതിരോധ നടപടികളെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. വായനശാല പ്രസിഡന്റ് K നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി ഉദ്ഘാടനം ചെയ്തു. മഴക്കാലത്ത് പടർന്നു പിടിക്കാവുന്ന ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, എലിപ്പനി, ഇപ്പോൾ തൃശൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത ഷിഗല്ല എന്നീ രോഗങ്ങളെക്കുറിച്ചും പ്രതിരോധ നടപടികളെക്കുറിച്ചും ഡോക്ടർ ഷീബ മൊയ്തീൻ ക്ലാസ് എടുത്തു. തൃശൂർ ജില്ലാ സാഹിതി വൈസ് പ്രസിഡന്റ് ലിസി കോര, കമലാ സുരയ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജോസ് അമ്മാട്ടി ബാലവേദി കുട്ടികൾക്കായി സാക്സോഫോൺ വായിച്ചു. തുടർന്ന് വനിതാവേദിയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. വനിതാവേദി കൺവീനർ ഉസൈബ ബീവി, പ്രസിഡന്റ് P ദുർഗാദേവി ടീച്ചർ, സെക്രട്ടറി MM ജിംഷിദ എന്നിവർ ആശംസകൾ അറിയിച്ചു. വായനശാല സെക്രട്ടറി PV മോഹനൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി MP പ്രസാദ് മാസ്റ്റർ നന്ദിയും അറിയിച്ചു. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ.
റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വാർത്തകൾ തുടരുന്നു. ലീഡറുടെ തൃശൂരിന് പ്രത്യേക കരുതലെന്ന് രമേശ് ചെന്നിത്തല. ലീഡർ കെ കരുണാകരന്റെ ജില്ലയായ തൃശൂരിന് വികസന പ്രവർത്തനത്തിന് പ്രത്യേക കരുതൽ നൽകാൻ UDF സർക്കാർ ശ്രമിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. തൃശൂരിന്റെ മുഖച്ഛായ മാറ്റിയ ഭരണാധികാരിയും രാഷ്ട്രീയ നേതാവുമാണ് കെ കരുണാകരൻ. അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. ആ വഴിയിലൂടെ ഒട്ടനവധി കാര്യങ്ങൾ തൃശൂരിൽ ചെയ്യാനുണ്ട്. UDF സർക്കാർ അതിന് നേതൃത്വം നൽകും. സംഘടനാപരമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും വരുന്ന കാലത്ത് സമ്പൂർണ്ണമായ വിജയത്തിലേക്ക് ജില്ലയിലെ കോൺഗ്രസിനെ കൈപ്പിടിച്ചുയർത്താനുള്ള പോരാട്ടങ്ങൾക്ക് മുൻനിരയിലുണ്ടാകുമെന്നും വിദ്യാർത്ഥി യുവജന കാലഘട്ടം മുതൽ അത്രയേറെ ആത്മബന്ധമുള്ള സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമുള്ള ജില്ലയെ ആ പ്രൗഢിയിലേക്ക് നയിക്കേണ്ടത് വ്യക്തിപരമായുമുള്ള ദൌത്യമാണെന്ന് തിരിച്ചറിയുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ശേഷം ആദ്യമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തിയ രമേശ് ചെന്നിത്തലയെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഷാൾ അണിയിച്ചു വരവേറ്റു. നേതാക്കളായ O. അബ്ദുറഹ്മാൻകുട്ടി, MP വിൻസെന്റ്, ജോസ് വള്ളൂർ, TV ചന്ദ്രമോഹൻ, ജോസഫ് ചാലിശ്ശേരി, KV ദാസൻ, സുനിൽ അന്തിക്കാട്, ജോൺ ഡാനിയേൽ, A. പ്രസാദ്, രാജേന്ദ്രൻ അരങ്ങത്ത്, ഷാജി കോടങ്കണ്ടത്ത്, KK ബാബു, V. സുരേഷ് കുമാർ, സിജോ കടവിൽ, KH ഉസ്മാൻ ഖാൻ, P. ശിവശങ്കരൻ, K. അജിത് കുമാർ, ഫ്രാൻസിസ് ചാലിശ്ശേരി എന്നിവർ സന്നിഹിതരായിരുന്നു. തൃശൂർ ചെമ്പൂക്കാവിൽ ബാലഭവന് മുൻപിലെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ കൊറിയർ സ്ഥാപനത്തിൽ തീപിടുത്തം. സ്ഥാപനത്തിലുണ്ടായിരുന്ന ഒരു സ്കൂട്ടറും ബൈക്കും ലാപ്ടോപ്പും നശിച്ചു. മൂർക്കരിക്കര സ്വദേശി കണ്ണന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു തീപിടുത്തം. തൃശൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ആ കട ആരുടെ ഈ കടയുടെ പറയല്ലേ അപ്പുറത്തെ കടയുടെ രണ്ടെണ്ണായി പോകും.
ഒല്ലൂർ ക്രിസ്റ്റഫർ നഗറിൽ KSRTC ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. തലോർ ഭാഗത്ത് നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന KSRTCയും തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസുമാണ് അപകടത്തിൽപ്പെട്ടത്. 2 വാഹനത്തിലെ ഡ്രൈവർമാർക്കും 4 യാത്രക്കാർക്കും പരിക്കേറ്റു. ഡ്രൈവർമാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസുകളുടെ മുൻഭാഗത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റവരെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ഒല്ലൂർ പോലീസും തൃശൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് യൂത്ത് ലീഗിന്റെ സ്വീകരണം. യാത്രക്കാർക്ക് മധുരം വിതരണം ചെയ്തു. തൃശൂർ KSRTC സ്റ്റാൻഡിൽ ആദ്യ യാത്രക്കാർക്ക് മധുരം വിതരണം ചെയ്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ സ്വീകരണം നൽകി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് യാത്ര ഉദ്ഘാടനം ചെയ്ത്. തുടർന്ന് ബസ്സിൽ കയറിയ സ്ത്രീ യാത്രക്കാരെയും ആഭ്യന്തരമന്ത്രി അടക്കമുള്ള മറ്റ് യാത്രക്കാരെയും യൂത്ത് ലീഗ് പ്രവർത്തകർ മധുരം നൽകി സ്വാഗതം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ, ജില്ലാ ഭാരവാഹികളായ TA ഫഹദ്, PJ ജഫീഖ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് C സുൽത്താൻ ബാബു, ജനറൽ സെക്രട്ടറി CK ബഷീർ, അൻഷാദ് പാലപ്പിള്ളി, KA നവാബ് എന്നിവർ നേതൃത്വം നൽകി. വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേയുടെ ഭാഗമായി ജൂൺ 15-ന് തൃശൂർ സിറ്റി പോലീസ് ആസ്ഥാനത്തെ പോലീസ് അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥരും വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രതിജ്ഞയെടുത്തു. ലോക വയോജന ബോധവൽക്കരണ സംരക്ഷണം, അവകാശങ്ങൾ സംബന്ധിച്ച് ശക്തിപ്പെടുത്തുന്നതിനും വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളും അവഗണനയും തടയാനും സാമൂഹ്യനീതി വകുപ്പ് തയ്യാറാക്കിയ പ്രതിജ്ഞ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖ് IPSന്റെ സാന്നിധ്യത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ KC സേതു ചൊല്ലിക്കൊടുത്തു. വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഊർജിതമാക്കുമെന്നും ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൌരന്മാർക്ക് ഭക്ഷണം, മരുന്ന്, നിയമസഹായം, മാനസിക പിന്തുണ ഉറപ്പാക്കാനും കേരള പോലീസ് നടത്തിവരുന്ന പ്രശാന്തി പദ്ധതി വയോജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തുമെന്നും 9497900035 എന്ന നമ്പറിൽ പ്രശാന്തിയിലേക്ക് വിളിക്കാവുന്നതും 9497900045 എന്ന പ്രശാന്തിയുടെ വാട്സ്ആപ്പ് നമ്പറിൽ സന്ദേശം അയക്കാമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പീച്ചി സെന്റ് ആന്റണീസ് കപ്പേളയിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിച്ചു. പീച്ചി ലൂർദ് മാതാ പള്ളിയുടെ സെന്റ് ആന്റണീസ് കപ്പേളയിലായിരുന്നു തിരുനാൾ. പുതിയ നിയമത്തിന്റെ പേടകമായും നഷ്ടപ്പെട്ട വസ്തുക്കളുടെ മധ്യസ്ഥനായും അപകടങ്ങളിൽ യാത്ര ചെയ്യുന്ന വ്യക്തികളുടെയും വേദനിക്കുന്ന മാതാപിതാക്കളുടെയും പ്രത്യേക മധ്യസ്ഥനും അനാഥ ശിശുക്കളുടെയും വസ്തുവകകൾ നഷ്ടപ്പെടുന്നവരുടെയും ആശാകേന്ദ്രമായി അറിയപ്പെടുന്നതാണ് വിശുദ്ധ അന്തോണീസിന്റെ പീച്ചിയിലെ കപ്പേള. തിരുനാൾ ദിനത്തിൽ രാവിലെ വിശുദ്ധ കുർബാന, വിശ്വാസ പരിശീലനം, ആഘോഷമായ തിരുനാൾ കുർബാന, തുടർന്ന് സെന്റ് ആന്റണീസ് കപ്പേളയിലേക്ക് പ്രദക്ഷിണം, നൊവേന, ലതീഞ്ഞ്, നേർച്ച വിതരണവും ഉണ്ടായിരുന്നു. വർണ്ണക്കാഴ്ചകളോടെ തിരുനാളിന് സമാപനമായി. പരിപാവനമം
ശാരീരികമായ ലവരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തിന് ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ പിതാവിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളുടെ പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലെ ദക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് മനമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃത്തുക്കളെ ദീക്ഷണയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായ തിരുസഭയുടെ അധിപനായ ദൈവമാർപ്പാപ്പയ്ക്ക് വേണ്ടി മറ്റുള്ള മെത്രാന്മാർക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിനെ കാരണഭൂതനായ വിശുദ്ധ അന്തോണീസിന്റെ സുഹൃത്തുക്കളെ കുറിച്ച് ആത്മികവും ശാരീരികമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെ അവരുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാനേക്കും ആമേൻ. മറ്റൊരിടവേള. സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. ചുമ മരുന്നിന് കുറിപ്പടി നിർബന്ധം. കഫ് സിറപ്പ് വാങ്ങാൻ ഇനി ഡോക്ടറുടെ കുറിപ്പടി നിർബന്ധമാണ്. കേന്ദ്ര വിജ്ഞാപനം പുറത്തിറക്കി. കഫ് സിറപ്പുകൾ ഉൾപ്പെടെ ഒരു സിറപ്പും ഇനി നേരിട്ട് വാങ്ങാനാകില്ല. ലക്ഷ്യമിടുന്നത് മരുന്നുകളുടെ അമിത ഉപയോഗവും പാർശ്വഫലങ്ങളും തടയാനാണ്. കുട്ടികൾക്കടക്കം ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശമില്ലാതെ അമിതമായി സിറപ്പുകൾ നൽകുന്നത് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ മാനഹാനി വരുത്തിയ കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി കൊടുങ്ങല്ലൂർ പോലീസ്. പ്രതി റിമാൻഡിലായി. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ അതിക്രമിച്ച പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്തു. എസ് എൻ പുരം മുള്ളൻ ബസാർ സ്വദേശി ചെറിയിൽ പ്രമോദാണ് പിടിയിലായത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സ്കൂൾ വിട്ട് നടന്നു പോവുകയായിരുന്ന അതിജീവിതയെ പുറകിലൂടെ പിന്തുടർന്ന് കൊടുങ്ങല്ലൂർ വടക്കേ നടയിലുള്ള മുഗൾ മാളിന്റെ മുൻവശത്ത് വെച്ച് കാലിൽ കയറിപ്പിടിച്ച് അതിക്രമത്തിന് മുതിരുകയായിരുന്നു. ബഹളം വെച്ച പെൺകുട്ടി ഭയന്നുപോയി. പ്രതി സംഭവ സ്ഥലത്ത് നിന്ന് ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രമോദ് മതിലകം പോലീസ് സ്റ്റേഷനിൽ ഒരു പോക്സോ കേസിലും കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ പരിധിയിൽ പൊതുസ്ഥലത്ത് സ്ത്രീകളെ അപമാനിച്ച കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലുമടക്കം 3ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ ഡിവിഎസ്പി പ്രമോദ് പി, കൊടുങ്ങല്ലൂർ SHO ബിജോയ് PT, SI അറഫാദ്, GSCPOമാരായ മിഥുൻ, ഷമീർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മുള്ളക്കര മുളയം റോഡിൽ എരിഞ്ഞേരി അന്തോണി മകൻ ലാസർ നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ തങ്കമ്മ, മക്കൾ നാൻസി, നെൽസൺ, പോളി, അനു എന്നിവർ മരുമക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആരംഭിച്ചതോടെ സ്വകാര്യ ബസ്സുകൾക്ക് തിരിച്ചടിയായെന്ന് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. മാടക്കത്ര പഞ്ചായത്തിൽ മഴക്കാല രോഗ മുന്നൊരുക്ക പ്രവർത്തനത്തിന്റെ ഭാഗമായി അവലോകന യോഗം നടത്തി.
മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണം നടത്തി. ഇന്ധനവില വർധനവ് CITU മണ്ണുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിക്കാട് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.